അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം പുറത്താണ്, പെട്ടെന്നാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോകൾ പുറത്തുനിന്ന് ചെയ്യുന്നത്. അതായത് BCCIയുടെ പുതിയ കോൺട്രാക്ട് ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സഞ്ജു സാംസൺ, ശ്രേയസ് അയ്യർക്ക് BCCIയുടെ കോൺട്രാക്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ശ്രേയസ് അയ്യറിന് വീണ്ടും അദ്ദേഹം കഴിഞ്ഞ വർഷം കോൺട്രാക്ട് ലിസ്റ്റിൽ പുറത്തു പോയിരുന്നു, അദ്ദേഹം വീണ്ടും ഇടം തിരിച്ചു വന്നിരിക്കുകയാണ്. അതുപോലെ കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തുപോയ ഇഷാൻ കിഷനും കോൺട്രാക്ട് കിട്ടിയിട്ടാണ്. തൃശ്ശൂരിനും പുതിയ കോൺട്രാക്ട് കിട്ടിയിരിക്കുകയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഋഷഭ് പന്തിന്റെ കാര്യമാണ്. ഋഷഭ് പന്തിനും ഇത്തിരി മോശം ഫോമൗട്ടായി കളിച്ചുകൊണ്ട് ഋഷഭ് പന്തിനും വീണ്ടും ഗ്രേഡ് എ കോൺട്രാക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രേഡ് A+ കോൺട്രാക്ട് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ബുംറ, ജഡേജ താരങ്ങൾ ഇടം പിടിച്ചപ്പോൾ ഈ കോൺട്രാക്റ്റിലാവട്ടെ സൂര്യകുമാർ, ശ്രേയസ് അയ്യർ, കുൽദീപ് യാദവ്, അക്ഷർ പട്ടേൽ, യശസ്വി ജയ്സ്വാൾ, ശ്രേയസ് അയ്യർ താരങ്ങൾ ഇടം പിടിച്ചു. ഇതിനെടുത്ത് പറയേണ്ട കാര്യം ഇഷാൻ കിഷനും സഞ്ജു സാംസണും ഒരേ ഗ്രേഡ് C കോൺട്രാക്റ്റിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ്. ഇഷാൻ കിഷൻ ഇതിൽ കഴിഞ്ഞ വർഷം കുറച്ച് പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തിനെ ഒഴിവാക്കിയത് BCCI. അദ്ദേഹം വീണ്ടും എത്തിയിരിക്കുകയാണ്. ധ്രുവ് ജൂരലും എത്തിയിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടത്. പിന്നെ ഞാൻ വീട്ടിൽ പറയുന്നത് വരുൺ ചക്രവർത്തിക്കും അഭിഷേക് ശർമ്മക്കൊക്കെ കോൺട്രാക്ട് ലഭിക്കും എന്നുള്ള കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുന്നു.